അഗണി എന്ന് വെച്ചാൽ വേദന, പെയിൻ. ഓൺ ദ റെസിഗ്നേഷൻ ഓഫ് ജഗ്ദീപ് ധൻകർ, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജഗ്ദീപ് ധൻകർ അദ്ദേഹം രാജിവെച്ചു. റെസിഗ്നേഷൻ രാജിവെക്കുക. ജഗ്ദീപ് ധൻകർ രാജിവെച്ചതിലുള്ള അതിയായിട്ടുള്ള ആ ഒരു വേദന, റെസിഗ്നേഷൻ ചെയ്ത് പുറത്തേക്ക് പോകുന്നതിലുള്ള ആ ഒരു വേദന. ജഗ്ദീപ് ധൻകേഴ്സ് റെസിഗ്നേഷൻ, ജഗ്ദീപ് ധൻകറിൻ്റെ രാജിവെക്കുന്നത് ആസ് എ വൈസ് പ്രസിഡന്റ്, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കുന്നത് ഈസ് എ സെറ്റ് ബാക്ക്, അതൊരു തിരിച്ചടിയാണ്. സെറ്റ് ബാക്ക് മീൻസ് തിരിച്ചടിയാണ് ഫോർ പാർലമെൻ്ററി ഡെമോക്രസി, പാർലമെൻ്ററി ജനാധിപത്യത്തിനുള്ള ഒരു തിരിച്ചടിയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് ധൻകർ രാജിവെക്കുന്നത്. ദ അബ്രപ്റ്റ് ഡിസിഷൻ, അബ്രപ്റ്റ് മീൻസ് അപ്രതീക്ഷിതമായിട്ടുള്ള തീരുമാനം, ബൈ ജഗ്ദീപ് ധൻകർ ടു റിസൈൻ, രാജിവെക്കാനുള്ള ജഗ്ദീപ് ധൻകറിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തീരുമാനം ആസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് റേസസ് ഉയർത്തുന്നു സെവറൽ ക്വസ്റ്റ്യൻസ്, ഒത്തിരി ചോദ്യങ്ങൾ ഉയർത്തുന്നു എബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എക്സിക്യൂട്ടീവ് ആൻഡ് പാർലമെൻറ്റ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് ധൻകർ രാജിവെക്കാനെടുത്ത ആ അപ്രതീക്ഷിതമായ തീരുമാനം ഇന്ത്യയുടെ ഭരണകൂടവും പാർലമെൻറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒത്തിരി ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഓൾസോ ഇൻ ഫോക്കസ്, അതേപോലെ തന്നെ ശ്രദ്ധയിലുള്ളതാണ് ആർ ദ ഡൈനാമിക്സ് വിതിൻ ദ റൂളിംഗ് ബി ജെ പിക്കുള്ളിലെ ചലനങ്ങളും ഇപ്പോൾ ശ്രദ്ധയിലുണ്ട്. ദ വൈസ് പ്രസിഡന്റ് ഈസ് ഓൾസോ ദ ചെയർമാൻ ഓഫ് രാജ്യസഭ, ഇന്ത്യയുടെ രാജ്യസഭയുടെ ചെയർമാൻ കൂടിയാണ് ഉപരാഷ്ട്രപതി. മിസ്റ്റർ ധൻകർ ഈസ് ദ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് റിപ്പബ്ലിക് ടു റിസൈൻ ദിസ് വേ. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ്, ഈ രീതിയിൽ റിസൈൻ ചെയ്യുന്ന ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് മിസ്റ്റർ ധൻകർ. സം ഓഫ് ഹിസ് പ്രെഡസേഴ്സ്, അദ്ദേഹത്തിൻ്റെ ചില മുൻഗാമികൾ, ഹു റിസൈൻഡ് ബിഫോർ കംപ്ലീറ്റിംഗ് ദെയർ ടേം, കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് രാജിവെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില മുൻഗാമികൾ ഹാഡ് ദ റീസൺ, അവർക്ക് കാരണമുണ്ടായിരുന്നു, ഓഫ് മൂവിങ് ഓൺ ടു, മുന്നോട്ട് പോവുകയാണ്, ടു ഗെറ്റ് ഇലക്റ്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന ചില ഉപരാഷ്ട്രപതിമാർ അവർ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് റിസൈൻ ചെയ്തതിന് കാരണം എന്ന് പറയുന്നത് അവർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി പോവുകയായിരുന്നു. വൈൽ ഹിസ് റെസിഗ്നേഷൻ ലെറ്റർ സൈറ്റ്സ് ഹെൽത്ത് റീസൺസ്, അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ ലെറ്ററിൽ ആരോഗ്യ കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ്, എന്നാലും ഇറ്റ് ഈസ് ക്ലിയർ ഇത് വ്യക്തമാണ്, ദാറ്റ് ഹിസ് ഡിസിഷൻ വാസ് ഡ്രിവൺ ബൈ, അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് പിന്നിൽ അതർ ഫാക്ടേഴ്സ് വിച്ച് റിമെയിൻ സ്പെക്കുലേറ്റീവ് അറ്റ് ദിസ് പോയിന്റ്. അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനത്തിന് മുൻപിൽ വേറെ ചില കാരണങ്ങളാണെന്ന് നമുക്ക് വ്യക്തമാണ്, പക്ഷേ ആ കാരണങ്ങൾ ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല, ഈ ഒരു സമയത്ത് ആ കാരണങ്ങൾ എന്താണെന്ന് വ്യക്തമല്ല. വാട്ട് ഈസ് എവിഡൻറ്റ് ഈസ് ദാറ്റ്, വ്യക്തമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സം ഓഫ് ദ ഡെവലപ്മെൻറ്റ്സ് ഓൺ മൺഡേ, തിങ്കളാഴ്ചത്തെ ചില സംഭവ വികാസങ്ങൾ ഹാഡ് സ്നോബോൾഡ് ഇൻ ടു എ സിറ്റുവേഷൻ. സ്നോബോൾഡ് മീൻസ് ചെറിയൊരു കാര്യം ഭയങ്കര വലിയൊരു പ്രശ്നമായിട്ട് വളർന്നു വന്നു. ഹാഡ് സ്നോബോൾഡ് ഇൻ ടു എ സിറ്റുവേഷൻ, ഒരു തിങ്കളാഴ്ചത്തെ ചില സംഭവ വികാസങ്ങൾ വലിയ പ്രശ്നമായിട്ട് മാറിയിട്ട് ഇൻ വിച്ച് മിസ്റ്റർ ധൻകർ ഫൗണ്ട് എക്സിറ്റ് ടു ബി ദ ഓൺലി വയബിൾ പാത്ത്. ആ ഒരു വലിയ സംഭവ വികാസങ്ങളിൽ രാജിവെക്കുന്നതാണ് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഒരു മാർഗമെന്ന് മിസ്റ്റർ ധൻകർ കണ്ടു. ഹി വാസ് ആക്റ്റീവ് ഇൻ ഹിസ് ഡ്യൂട്ടീസ് ആസ് ദ ചെയർ, അധ്യക്ഷൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ചുമതലകളിൽ അദ്ദേഹം സജീവമായിരുന്നു. ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് മൺസൂൺ സെഷൻ ഓഫ് പാർലമെൻറ്റ്, പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷൻ്റെ ആദ്യ ദിവസത്തിൽ അധ്യക്ഷൻ എന്ന നിലയിലുള്ള ചുമതലകളിൽ അദ്ദേഹം സജീവമായിരുന്നു. ആൻഡ് ഹിസ് ഓഫീസ് ഹാഡ് ഓൾസോ അനൗൺസ്ഡ്, അദ്ദേഹത്തിൻ്റെ ഓഫീസും പ്രഖ്യാപിച്ചിരുന്നു. ഹിസ് പബ്ലിക് എൻഗേജ്മെൻറ്റ്സ് ഫോർ ദ വീക്ക്, അദ്ദേഹത്തിൻ്റെ ആഴ്ചയിലെ പൊതുചടങ്ങുകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസും അനൗൺസ് ചെയ്തിരുന്നു, പ്രഖ്യാപിച്ചിരുന്നു. ആഫ്റ്റർ എ ഹെൽത്ത് ഇൻസിഡൻറ്റ് ഏർലിയർ ദിസ് ഇയർ, ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരു ആരോഗ്യ പ്രശ്നത്തിന് ശേഷം മിസ്റ്റർ ധൻകർ ഹാഡ് റിട്ടേൺ ടു ആക്റ്റീവ് പബ്ലിക് ലൈഫ്.
സജീവമായ പൊതുജീവിതത്തിലേക്ക് മിസ്റ്റർ ധൻകർ തിരിച്ചു വന്നിരുന്നു. ബട്ട് നത്തിങ് ദാറ്റ് ഹാപ്പൻഡ് ഓൺ മൺഡേ ജൂലൈ 21, 2025, ജൂലൈ 21 തിങ്കളാഴ്ച സംഭവിച്ചത് ഒന്നും നെസസിറ്റേറ്റഡ് അത്യാവശ്യമാക്കുന്നു എ ഹെൽത്ത് റിലേറ്റഡ് ഡിസിഷൻ. അതായത് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജിവെക്കേണ്ട ഒരു തീരുമാനത്തിലേക്ക് തിങ്കളാഴ്ച സംഭവിച്ച കാര്യങ്ങളൊന്നും അതിനൊരു സാഹചര്യം ഒരുക്കിയിരുന്നില്ല. ഹവർ എന്നിരുന്നാലും ഹിസ് ഡിസിഷൻസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും പ്രസ്താവനകളും ഓൺ മൺഡേ സൈറ്റിംഗ് പാർലമെൻ്ററി റൂൾസ്, പാർലമെൻ്ററി നിയമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തിങ്കളാഴ്ച അദ്ദേഹം നടത്തിയ തീരുമാനങ്ങളും പ്രസ്താവനകളും വേർ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത്, വിരുദ്ധതയിലാണ് ദ സ്ക്രിപ്റ്റ് ദാറ്റ് ദ ഗവൺമെൻറ് ഹാഡ് പ്രിപ്പയർഡ്, ഗവൺമെൻറ് തയ്യാറാക്കിയ പദ്ധതിയുമായിട്ട് അത് വിരുദ്ധതയിലാണ്. ഫോർ ദ റിമൂവൽ ഓഫ് എ ഹൈക്കോർട്ട് ജഡ്ജ് ഓൺ ചാർജസ് ഓഫ് അലീജ്ഡ് കറപ്ഷൻ, അഴിമതി ആരോപണത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജിനെ പുറത്താക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയും മിസ്റ്റർ ധൻകർ തിങ്കളാഴ്ച നടത്തിയ പാർലമെൻ്ററി നിയമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനകളും അത് രണ്ടും വിരുദ്ധതയിലാണ്. ഹിസ് റിലേഷൻഷിപ്പ്, അദ്ദേഹത്തിൻ്റെ ബന്ധം വിത്ത് എക്സിക്യൂട്ടീവ്, ഭരണകൂടവുമായിട്ടുള്ള ഹാഡ് ബീൻ സോറിങ്, മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫോർ എ വൈൽ, കുറച്ചു കാലമായിട്ട്. ഭരണകൂടവുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധം കുറച്ചു കാലമായിട്ട് മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഹിസ് പൊസിഷൻ, എന്നാൽ അദ്ദേഹത്തിൻ്റെ നിലപാട് ഓൺ ദ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി, ന്യായവ്യവസ്ഥയുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് ആൻഡ് ദ റിലേറ്റീവ് റോൾസ് ഓഫ് ദ ലോക്സഭ ആൻഡ് രാജ്യസഭ സീക്കിംഗ് ഇറ്റ്, ഈ ന്യായവ്യവസ്ഥയുടെ ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നതിൽ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കുമുള്ള പങ്കും അതേപോലെ തന്നെ അതിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ടേൺഡ് ഔട്ട് ടു ബി ആയിത്തീർന്നിരിക്കുന്നു ഇൻഫ്ലക്ഷൻ പോയിന്റ് മീൻസ് വഴിത്തിരിവ്, ആസ് ഇറ്റ് അപ്പിയേഴ്സ്, അതൊരു വഴിത്തിരിവായി തീർന്നിരിക്കുന്നു എന്ന് തോന്നുന്നു. മിസ്റ്റർ ധൻകേഴ്സ് കണ്ടക്ട്, മിസ്റ്റർ ധൻകറിൻ്റെ പെരുമാറ്റം ആസ് ചെയർ ഓഫ് ദ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന നിലയിലുള്ള മിസ്റ്റർ ധൻകറിൻ്റെ പെരുമാറ്റം ഡ്യൂറിങ് ദ ലാസ്റ്റ് 3 years, കഴിഞ്ഞ 3 വർഷ കാലയളവിൽ ഹാസ് ബീൻ കോൺട്രവേഴ്സ്യൽ, അത് വിവാദമായിരുന്നു. കഴിഞ്ഞ 3 വർഷ കാലയളവിൽ രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ മിസ്റ്റർ ധൻകറിൻ്റെ പെരുമാറ്റം അത് വിവാദമായിരുന്നു. ഹിസ് പാർട്ടിസൺ അപ്രോച്ച്, പാർട്ടിസൺ മീൻസ് ഏകപക്ഷീയമായിട്ടുള്ള, അപ്രോച്ച് മീൻസ് സമീപനം, ഒരു ഏകപക്ഷീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം ലെഡ് ടു എ മോഷൻ, ഒരു പ്രമേയം കൊണ്ടുവരാൻ കാരണമായി. ഫോർ ഹിസ് റിമൂവൽ ബൈ ദ ഒപ്പോസിഷൻ, അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം ഈ പ്രതിപക്ഷം കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഏകപക്ഷീയമായ സമീപനം ഇടയാക്കി. അനദർ ഫസ്റ്റ് ഇൻ പാർലമെൻ്ററി ഹിസ്റ്ററി, ഇങ്ങനെ ഒരു രാജ്യസഭയുടെ അധ്യക്ഷനെ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം കൊണ്ടുവന്നത് അത് പാർലമെൻ്ററി ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഒരു സംഭവമായിരുന്നു. ഹി ക്വസ്റ്റ്യൻഡ്, അദ്ദേഹം ചോദ്യം ചെയ്തു ദ ഇൻക്ലൂഷൻ മീൻസ് ഉൾപ്പെടുത്തൽ ഓഫ് ദ വേർഡ്സ് സെക്യുലർ ആൻഡ് സോഷ്യലിസ്റ്റ്, സെക്യുലർ മീൻസ് മതനിരപേക്ഷത, സോഷ്യലിസ്റ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്യുലർ സോഷ്യലിസ്റ്റ് എന്ന വാക്കുകൾ എന്തിനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദ്യം ചെയ്തു. പബ്ലിക്കലി അലൈനിങ് വിത്ത് മീൻസ് ചേർന്ന് നിൽക്കുന്നത്. ദ RSS കോൾ ഫോർ മീൻസ് ആവശ്യം, കോൾ ഫോർ എ ഡിബേറ്റ് ഓൺ ദം, ഡിബേറ്റ് മീൻസ് സംവാദം. RSSും ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ വാക്കുകൾ എന്തിനാണ് ഉൾപ്പെടുത്തിയത് എന്നതിനെക്കുറിച്ച് ഒരു സംവാദം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അതിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് അദ്ദേഹവും ഇതിനെ ചോദ്യം ചെയ്തത്. He has been a champion of parliamentary supremacy in the context of judicial independence. ന്യായവ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും പാർലമെൻ്ററിക്ക് പരമാധികാരം വേണമെന്നുള്ള നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നിരുന്നു. ആൻഡ് വോക്കൽ അബൌട്ട് കറപ്ഷൻ ഇൻ ദ ജുഡീഷ്യറി, അതേപോലെ തന്നെ ന്യായവ്യവസ്ഥയിൽ അഴിമതിയാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. വൈൽ സീക്കിംഗ് ടു അപ്ഹോൾഡ് ദ സുപ്രീമസി ഓഫ് പാർലമെൻറ്റിൻ്റെ പരമാധികാരത്തെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആൻഡ് ടു ഡ്രോ എ ലൈൻ ഓഫ് അക്സെപ്റ്റബിൾ കോണ്ടക്ട് ഫോർ ദ ജുഡീഷ്യറി, ന്യായവ്യവസ്ഥയുടെ
പെരുമാറ്റത്തിൻ്റെ ഒരു പരിധി നിശ്ചയിക്കാൻ ശ്രമിച്ചപ്പോൾ, അതായത് പാർലമെൻറ്റിൻ്റെ പരമാധികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജുഡീഷ്യറിയുടെ പെരുമാറ്റത്തിൻ്റെ പരിധി നിർണ്ണയിക്കാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ ഹി എൻ്റർടൈൻഡ്, അദ്ദേഹം പരിഗണിച്ചു, അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു ആൻ ഒപ്പോസിഷൻ മൂവ്, പ്രതിപക്ഷത്തിൻ്റെ ഒരു നീക്കത്തെ, ടു ഇംപീച്ച്, എന്ത് നീക്കത്തെയാണ്? പുറത്താക്കാനുള്ള നീക്കത്തെ. ആരെയാണ്? ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് ഓഫ് ദ അലഹബാദ് ഹൈക്കോർട്ട്. അലഹബാദ് ഹൈക്കോർട്ടിലെ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെ പുറത്താക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ നീക്കത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഈ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് ആരാണ്? ഹു ഹാഡ് മെയ്ഡ് കമ്മ്യൂണലി ചാർജ്ഡ് റിമാർക്സ് ഇൻ പബ്ലിക്. അദ്ദേഹം മതഭിന്നത ഉണർത്തുന്ന പരാമർശങ്ങൾ പബ്ലിക്കായിട്ട് നടത്തിയ ഒരു ജസ്റ്റിസാണ്. മിസ്റ്റർ ധൻകർ അക്നോളജ്ഡ്, മിസ്റ്റർ ധൻകർ സമ്മതിച്ചിട്ടുണ്ട്, റിസീവിങ് ലഭിച്ചതായിട്ട്, എ മോഷൻ ഒരു പ്രമേയം, സൈൻഡ് ബൈ ഓവർ 50 MPs ഫോർ ജസ്റ്റിസ് യാദവ്സ് റിമൂവൽ. ജസ്റ്റിസ് യാദവിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി 50-ലധികം MPമാർ സൈൻ ചെയ്ത ഒരു പ്രമേയം ലഭിച്ചതായിട്ട് അദ്ദേഹം മിസ്റ്റർ ധൻകർ സമ്മതിച്ചിട്ടുണ്ട്. ആൻഡ് സെഡ്, കൂടാതെ പറഞ്ഞിരിക്കുന്നു, ഹി വാസ് വെരിഫൈങ് ദെയർ സിഗ്നേച്ചർ, അവരുടെ ഈ 50 MPമാരുടെ സിഗ്നേച്ചർ ശരിയാണോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഹി ഹാഡ് ഓൾസോ അക്സെപ്റ്റഡ്, അദ്ദേഹം പിന്നെയും സ്വീകരിച്ചിട്ടുണ്ട്, അദ്ദേഹം ഇതുകൂടാതെ സ്വീകരിച്ചിട്ടുണ്ട്, ആൻ ഒപ്പോസിഷൻ മോഷൻ, പ്രതിപക്ഷത്തിൻ്റെ വേറൊരു പ്രമേയം, ഫോർ ദ റിമൂവൽ ഓഫ് ദ ഡൽഹി ജഡ്ജ്, ഡൽഹി ജഡ്ജിനെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ വേറൊരു പ്രമേയവും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. മിസ്റ്റർ ധൻകർ ഹാഡ് ഫ്യൂ ഓപ്ഷൻസ് അതർ ദാൻ വാട്ട് ഹി ഡിഡ് ഗോയിങ് ബൈ ദ റൂൾസ്. നിയമങ്ങളനുസരിച്ച് മിസ്റ്റർ ധൻകറിന് അദ്ദേഹം ചെയ്തതല്ലാതെ വേറെ അധികം മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ബട്ട് ദാറ്റ് പുട്ട് ഹിം ഓൺ എ കൊളിഷൻ കോഴ്സ് വിത്ത് ദ ഗവൺമെൻറ്. പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്തപ്പോൾ അദ്ദേഹവും ഗവൺമെൻറ്റും തമ്മിൽ ഒരു തർക്കത്തിലെത്തുകയാണ് ചെയ്തത്. ഹിസ് റെസിഗ്നേഷൻ വീക്കൻസ് ഇന്ത്യാസ് പാർലമെൻ്ററി ഡെമോക്രസി. ഇന്ത്യയുടെ പാർലമെൻ്ററി ഡെമോക്രസിയെ, ജനാധിപത്യത്തെ അദ്ദേഹത്തിൻ്റെ രാജി വീക്കൻ ചെയ്യുകയാണ് ചെയ്തത്, ദുർബലപ്പെടുത്തുകയാണ് ചെയ്തത്.